കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാവാനായി പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും പലരെയും പുറത്താക്കിക്കൊണ്ട് മറ്റു പലരെയും അപ്രത്യക്ഷമായിട്ട് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാനായി സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ട പേരുകളെന്ന് പറയുന്നത് സിന്ധു സൂര്യകുമാറും അതോടൊപ്പം തന്നെ ബിനു വി ജോണും ഒക്കെ തന്നെ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്തു പോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതൽ എന്ന തലത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിലെടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിലവിലുള്ള സുജയയെ ഏഷ്യാനെറ്റിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ള തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ മുതലാളിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റാതെ വിയർക്കുന്ന പലരും ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുമാത്രമല്ല അങ്ങേയറ്റം ബി.ജെ.പി. വിരോധികളായിട്ടുള്ളവരും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നതിൽ പിന്നാലെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യം തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അഴിച്ചുപണി, അല്ലെങ്കിൽ ഒരു കൂട്ട പിരിച്ചുവിടൽ എന്നുള്ള ന്യൂസ്. അത് യഥാർത്ഥത്തിൽ അധികം വൈകാതെ തന്നെ സംഭവിക്കാനായിട്ട് തന്നെയാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ പലതരത്തിലുമുള്ള പുതുമകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മുൻപ് കണ്ട പല മുഖങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ പല കാണാത്ത മുഖങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസിൽ വീണ്ടും തിരികെ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിലെടുത്തു പറയേണ്ട സുജയ പാർവതിയുടെ പേര്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിലാണ് സുജയ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് കൂടാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സുജയ പാർവതി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു സുജയ പാർവതി. പിന്നെയാണ് 24 ന്യൂസിലേക്കും അതോടൊപ്പം തന്നെ 24 ന്യൂസിൽ നിന്നും റിപ്പോർട്ടർ ചാനലിലേക്കും പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സുജയ്ക്ക് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ വീണ്ടും സുജയ്ക്ക് റിപ്പോർട്ടറിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു അവസരം രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നതായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സത്യത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തന്നെയും അത് ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് കൂടാനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിൽ കാണുന്നത്. സുജയ മാത്രമല്ല, ഏഷ്യാനെറ്റിൽ അടിമുടി ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ അസ്വസ്ഥരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒക്കെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന നീക്കമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേര് തന്നെയാണ് സിന്ധു സൂര്യകുമാറിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റു പല പേരുകളും കേൾക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ബിനു വി ജോണിന്റെ പേര്. എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടപ്പിരിച്ചുവിടൽ ഏഷ്യാനെറ്റിൽ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കം തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അവരെ പിരിച്ചുവിടുക മാത്രമല്ല, മറ്റു പല മാറ്റങ്ങളും ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരികയും മറ്റു പല പുതിയ റിപ്പോർട്ടർമാരെയും ഏഷ്യാനെറ്റിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലും തന്നെയായിരിക്കും ആ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് സുജയ പാർവതിയുടെ പേര്. അങ്ങനെ സുജയ പാർവതി ഏഷ്യാനെറ്റിൽ വരികയാണെങ്കിൽ തന്നെയും അത് സുജയ പാർവതിക്ക് കുറച്ചുകൂടി എളുപ്പമാകുന്ന തരത്തിലുള്ള കാര്യമായി മാറുമെന്നതും വാസ്തവമാണ്. അത് ഏഷ്യാനെറ്റിനും ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറിയേക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിൽ പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ പലരുടെയും കൂട്ടരാജി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അതോടൊപ്പം തന്നെ പലരും അപ്രത്യക്ഷമായിട്ട് പലരും പ്രത്യക്ഷപ്പെടുന്ന തരത്തിലോട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ മാറിയേക്കാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിക്കുള്ളിൽ മാത്രമല്ല, തൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലും ആ ഒരു തരത്തിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നത് തന്നെ.